ഈ പൊന്നിന്റെ വില എന്താ ദിവസം തോറും കൂടുകയാണോ? ഇങ്ങനെ പോയാ ഒരു 10 കൊല്ലം കഴിയുമ്പോഴേക്ക് എന്താവും സ്ഥിതി? ഇക്കണക്കിന് ടിന്റുവിന്റെ കല്യാണൊക്കെ ആകുമ്പോഴേക്ക് പവനൊരു 40,000 രൂപയെങ്കിലും ആവുന്നാ തോന്നുന്നു. ഓ എന്താ അച്ഛാ, അച്ഛനെ വിളിച്ചോ? നിന്നെ ഇപ്പൊ ആരും വിളിച്ചില്ലല്ലോ. അല്ല, അച്ഛൻ എന്റെ കല്യാണം നടത്തുന്ന കാര്യം എന്തോ പറയുന്നത് കേട്ടതുപോലെ അതുകൊണ്ട് വന്നതാ. കല്യാണോ? ആർക്ക്? അച്ഛൻ എന്തോ എന്റെ കല്യാണത്തിന് പൊന്നു വാങ്ങുന്ന കാര്യം എന്തോ പറയുന്നത് പോലെ കേട്ടതുപോലെ. കല്യാണത്തിന് പൊന്നു വാങ്ങാൻ ആകപ്പാടെ ഒരാണിപ്പൂവന്റെ വലിപ്പേ ഉള്ളൂ. കല്യാണം ഇപ്പോഴില്ല, കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് മതി കേട്ടാ. മതി, തിരക്കില്ല. എന്തായാലും നാളെ മറ്റന്നാളും ഞാൻ ഫ്രീ അല്ല. എന്താണാവോ ഇത്ര തിരക്ക്? നാളെ ശനിയാഴ്ചല്ലേ? ഈ ശനി ഞായറും ദീപുവിന്റെ ടീമുമായി 2020 മാച്ചുള്ള കല്യാണം നമുക്ക് തിങ്കളാഴ്ച വെക്കാം. അങ്ങനെയാണെങ്കിൽ ആ പേര് പറഞ്ഞ ഒരു ദിവസത്തെ ലീവ് എടുക്കാലോ. അയ്യടാ, ഒരു കല്യാണരാമൻ വന്നിരിക്കുന്നു. പോയിരുന്ന് 4 അക്ഷരം പഠിക്കടാ. നിനക്ക് ട്യൂഷൻ അല്ലേ? ഉണ്ട്. എങ്കി പോ നോക്ക്. മോനെ, സമയം എന്തായി? ഞാൻ പറയില്ല. അയ്യോ, പറയില്ലെന്നു? എന്നോട് ശത്രുത ഉണ്ടാവാൻ മാത്രം ഇതിനു മുമ്പ് നമ്മൾ തമ്മിൽ പരിചയമൊന്നും ഇല്ലല്ലോ. അതുകൊണ്ട് തന്നെ പറയില്ല എന്ന് പറഞ്ഞത്. അതിന്റെ കാരണം എന്താണെന്നാ ഞാൻ ചോദിച്ചത്. ഇപ്പൊ ഞാൻ തനിക്ക് സമയം പറഞ്ഞു തന്നാ ബസ് വരാൻ ഇനിയും ടൈമുള്ളത് കൊണ്ട് താൻ എന്നോട് സംസാരിക്കാൻ തുടങ്ങും. എന്റെ വിവരങ്ങളെല്ലാം ചോദിച്ചറിയും. അത് കഴിഞ്ഞ് താൻ എന്നെ ചായ കുടിക്കാൻ വിളിക്കും. ഒരു ചായ കുടിക്കാൻ വിളിക്കുന്നത് കൊണ്ട് എന്താ പ്രശ്നം? അതൊക്കെ ഒരു നല്ല കാര്യമല്ലേ? നല്ല കാര്യമൊക്കെ തന്നെ. പക്ഷെ എനിക്കിപ്പൊ ചായ വേണ്ട. ഞാൻ ചായയും പലഹാരവും കഴിച്ച് ഇപ്പൊ ഇറങ്ങിയതേ ഉള്ളൂ. അതുകൊണ്ടാ സമയം പറഞ്ഞു തരാത്തത്. എന്നാ ഞാൻ ചായ വാങ്ങി തരുന്നില്ല. ഇനി സമയം പറഞ്ഞൂടെ? എത്രയായി സമയം? എന്നാലും ഞാൻ പറയില്ല. അയ്യോ, എന്താ മോനെ പ്രശ്നം? സമയം ചോദിക്കുന്നത് ഇത്ര വലിയ തെറ്റാണോ? സമയം ചോദിക്കുന്നത് തെറ്റൊന്നുമല്ല. പക്ഷെ ഇപ്പൊ ഞാൻ സമയം പറഞ്ഞ പരിചയത്തിന്റെ പേരിൽ ഇയാൾ എന്റെ അഡ്രസ് ചോദിക്കും. അങ്ങനെ ഒരു ദിവസം ഇയാൾ എന്റെ വീട്ടിൽ വരും. അതെ, അങ്ങനെയൊക്കെയാണല്ലോ ഓരോരുത്തർ തമ്മിൽ പരിചയപ്പെടുക. ഏത് ഗതികെട്ട നേരത്താണാവോ ഇതിനോട് സമയം ചോദിക്കാൻ തോന്നിയത്? ചേട്ടൻ വീട്ടിൽ വരുമ്പോ എന്റെ പെങ്ങളെ കാണും. അവള് സുന്ദരി ആയതുകൊണ്ട് ചേട്ടൻ അവളെ ഇഷ്ടപ്പെടും. പിന്നെ കല്യാണം കഴിക്കാൻ തോന്നും. അതിലിപ്പോ എന്താ അത്ര വലിയ തെറ്റ്? ഞാൻ അന്തസ്സായി വന്ന് പെണ്ണ് ചോദിച്ചാ പോരെ? എനിക്കിപ്പോ എന്താ ഒരു കുറവ്? ലുക്കിന് ലുക്കില്ലേ? നല്ല ജോലിയില്ലേ? ഒരു വാച്ച് പോലും സ്വന്തമായി ഇല്ലാത്തത് എനിക്കാണോടോ ഞാൻ എന്റെ പെങ്ങളെ കടിച്ചേരണ്ട്.